അധ്യാപകനെതിരെ പീഡന പരാതി നൽകിയ വിദ്യാർത്ഥിനി അത് വ്യാജമാണെന്ന് 7 വർഷത്തിന് ശേഷം കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ്. കോട്ടയം കുറുപ്പന്തറയിൽ പാരാമെഡിക്കൽ സെന്റർ നടത്തിക്കൊണ്ടിരുന്ന ആയാങ്കുടി സ്വദേശിയായിട്ടുള്ള CD ജോമോനെയാണ് കോടതി വെറുതെ വിട്ടത്. വിദ്യാർത്ഥിനിയെ 2017 പീഡിപ്പിച്ചു എന്ന ഒരു പരാതി കടുത്തുരുത്തി പോലീസിൽ കിട്ടിയിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. നിയമ പോരാട്ടം നടത്തുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ ദുരിത ജീവിതം അറിഞ്ഞ ഈ പെൺകുട്ടി പിന്നീട് ജോംബോനെ വന്ന് കാണുകയും കോടതിയിൽ വന്ന് താൻ നൽകിയ പരാതി വ്യാജമാണെന്ന് പറയുകയുമായിരുന്നു. നിരപരാധിയാണ് എന്ന് കോടതിയിൽ തെളിഞ്ഞിരിക്കുകയാണ്. അന്ന് അനുഭവിച്ച യാതനകളൊക്കെ എന്തൊക്കെയായിരുന്നു? യാതനകൾ തീർച്ചയായിട്ടും ആ ഒരു കേസ് വന്നതോടുകൂടി ബന്ധുക്കൾ, കൂട്ടുകാർ, സമൂഹത്തിൽ എല്ലാവരും തന്നെ നമ്മളെ വെറുത്തു. അങ്ങനെ നമ്മൾ ഒരുപാട് വിഷമിച്ചു. കാരണം എനിക്ക് 2 കൊച്ചു കുട്ടികളായിരുന്നു. അവരെയും കൊണ്ട് ഞാനൊരു ചെറിയ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കേസ് നമ്മുടെ തലയിലേക്ക് വരുന്നത്. ശരിക്കും നമ്മളതിൽ നിരപരാധിയായിരുന്നു. ആ കേസ് വന്നപ്പോൾ തന്നെ ഞാൻ മാനസികമായിട്ട് ഒത്തിരി വിഷമിച്ചു. എന്നെ ഇവിടുന്ന് ഒരു ദിവസം രാത്രിയിൽ വന്ന് പോലീസ് വിളിച്ചുകൊണ്ട് പോവുകയും എന്നെ ഇതിലെ വഴിയെ 1 കിലോമീറ്ററോളം എന്നെ വഴിയെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. അതിനുശേഷമാണ് അവരെന്നെ വണ്ടിയിൽ കയറ്റിയത്. അന്ന് വൈകിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ എന്നെ കൊണ്ടുപോവുകയും വീണ്ടും രാത്രി ആയപ്പോൾ അവർ ആ കൊച്ചിൻ്റെ മൊഴിയെടുത്തതിന് ശേഷം എന്നെ തിരിച്ചു വിടുകയും ചെയ്തു. പരാതി ആ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതിയാണ് കുട്ടി കൊടുത്തിരുന്നതെന്ന് പറയുന്നു. പക്ഷേ ആ പരാതിയൊന്നും അന്ന് എന്നെ വായിച്ച് കേൾപ്പിക്കുന്നൊന്നുമില്ല. അന്ന് വൈകിട്ട് എന്നെ തിരിച്ചു വിട്ടതിന് ശേഷം 3 ദിവസത്തിന് ശേഷം വീണ്ടും എനിക്ക് ഫോൺ വരുന്നുണ്ട്. ഇവിടം വരെ ഒന്ന് വരുമോ, സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനാണെന്ന് പറയുന്നു. പിന്നീട് എന്നെ ഇങ്ങോട്ട് വിട്ടിട്ടില്ല. എൻ്റെ ഫോണെല്ലാം മേടിച്ചെടുത്തു. പിന്നീട് 2 ദിവസത്തിന് ശേഷമാണ് ആ കുട്ടി പീഡന പരാതി തന്നെ കൊടുക്കുന്നത്. അതിനു മുമ്പേ എന്നെ ഓൾറെഡി അവിടെ കൊണ്ടു നിർത്തിയിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വിഷമിച്ച് പിന്നീട് 2-3 ദിവസത്തിന് ശേഷം ഒരു തിങ്കളാഴ്ച ദിവസം എന്നെ കോടതിയിലേക്ക് റിമാൻഡ് ചെയ്യുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിന് മാനസികമായിട്ട് ഒത്തിരി അങ്ങ് തളർന്നു പോയി. കാരണം ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ഒരുപാട് അനുഭവിച്ചു.